ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ബട്ടർഫ്ലൈ ബോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ ഒരു സർക്കിളാണ്. ആ സർക്കിളിൻ്റെ നീളം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 12 സെൻറ്റിമീറ്റർ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് വലിയ കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് റൗണ്ട് വരച്ചെടുത്താലും മതി. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ആ റൗണ്ടിൻ്റെ നീളം എത്രയാണോ അത് തന്നെ സ്ക്വയർ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ 12 സെൻറ്റിമീറ്റർ ഉള്ള ആ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിക്കാം. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ ആണ്. എൻ്റെ ഇപ്പോൾ നേർപകുതി എടുക്കുക, അതായത് റേഡിയസ് 6 സെൻറ്റിമീറ്റർ എടുക്കുക. ആ കോർണറിൽ നിന്ന് നമ്മളൊന്ന് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കണം 3 സൈഡിലേക്ക്. നമ്മൾ അംബ്രല്ല സ്കർട്ടൊക്കെ വരയ്ക്കില്ലേ, അങ്ങനെ തന്നെ അതേ ഒരു രീതിയാണ് ഇതും. അങ്ങനെ വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടിലും നമ്മൾ പറഞ്ഞ നീളത്തിലുള്ള ഒരു സർക്കിൾ നമുക്ക് ലഭിക്കും. ഇപ്പം ഞാനിതൊന്ന് അളന്ന് നോക്കുകയാണ്, അതേ നീളം ഉണ്ടോ എന്ന്. കറക്റ്റ് നീളമാണ്. ഇനി നമുക്ക് അതേ നീളത്തിലുള്ള ഒരു സ്ക്വയറും കൂടെ വെട്ടിയെടുക്കണം. ഞാനിപ്പോൾ പാറ്റേൺ വെട്ടി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനും അതുപോലെ തന്നെ നമുക്ക് വേറെ ബോയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ പാറ്റേൺ അങ്ങ് വരച്ചിട്ട് വെട്ടിയെടുക്കുക എളുപ്പമാണല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 12 സെൻറ്റിമീറ്റർ 4 സൈഡും 12 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. കറക്റ്റായിരിക്കണം കേട്ടോ, മാറിപ്പോരുത്, കൃത്യമായിരിക്കണം. ഇനി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പാറ്റേൺ വെട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതായിരിക്കും പെർഫെക്റ്റായിട്ട് വരിക. അപ്പോൾ 2 എണ്ണം നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ പീസ് വെച്ചിട്ട് നമുക്ക് തുണിയിൽ നിന്ന് 2 പീസ് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും 2 പീസ് വേണം. സർക്കിളിൻ്റെ 2 പീസും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെയും 2 പീസ് നമുക്ക് വേണം. അപ്പോൾ ഈ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള തുണികളൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബട്ടർഫ്ലൈക്ക് ഒരുപാട് കളറുകളുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഒറിജിനാലിറ്റി തോന്നാനായിട്ട് നല്ല ഫ്ലവറിൻ്റെ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻറ്റ് കളേഴ്സുള്ള തുണികൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ചെറിയ പീസ്, ഇപ്പോൾ 2 എണ്ണം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് കുഞ്ഞി തുണിയും കൂടെ വേണം, അതും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 4 സൈഡും നമ്മൾ അടിച്ചെടുക്കണം. 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 4 സൈഡും അടിച്ചെടുക്കുക. സാധാരണ 4 സൈഡും അടിച്ചെടുക്കാറുള്ള ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ വിടാറുണ്ട് തുണി ഉള്ളിൽ നിന്ന് മറച്ചെടുക്കാനായിട്ട്. പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെയാണ് മറച്ചെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ സർക്കിളും സ്ക്വയറും രണ്ടും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ, ഇങ്ങനെ 2 പീസ് ഒരുമിച്ച് ഇരിക്കുകയായിരിക്കും. അതൊന്ന് നിവർത്തിയെടുക്കുക. ഒരു പീസ് മാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. കത്രികയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഒരു ചെറിയ ഹോളാവും. സെൻറ്ററിൽ തന്നെ വേണം. എന്നിട്ട് ആ ഹോളിൽ കൂടി നമുക്ക് തുണി വെളിയിലേക്ക് എടുക്കുക. അതിനു മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. റൗണ്ടാണല്ലോ. ഇനി ഉള്ളിൽ നിന്ന് നന്നായിട്ട് അതൊന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ നന്നായിട്ടൊന്ന് റൗണ്ട് ആക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ റൗണ്ടിൽ വരണം അത്. നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഒരെണ്ണം. ഇനി അടുത്തത് സ്ക്വയറും ഇതേപോലെ തന്നെ സെൻറ്റർ കട്ട് ചെയ്യുക. നമ്മളിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് അത് വെളിയിലൊന്നും കാണില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലേക്ക് പോയിക്കോളും. അല്ലെങ്കിൽ സൈഡിൽ നമ്മൾ കട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിൽ പാടായിരിക്കും, അത് വെളിയിൽ കാണും. അപ്പോൾ ഇതിപ്പോൾ 2 ഞാൻ നിവർത്തി നേരെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. നമുക്കങ്ങനെ ഞൊറിഞ്ഞ് വെക്കാനുള്ളതാണ്.
അതുകൊണ്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. സ്ക്വയർ ആണെങ്കിൽ അതൊന്ന് കോണായിട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ടും ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സൂചിയും നൂലും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം അതൊന്ന് കെട്ടി വയ്ക്കുക. ആ നൂല് തന്നെ വെച്ചിട്ടൊന്ന് കെട്ടി നല്ല രീതിയിൽ കെട്ടി വയ്ക്കുക. ടൈറ്റായിട്ടിരിക്കാനായിട്ടാണ്. നല്ല രീതിയിൽ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ചെറിയ പീസ് തുണി കണ്ടല്ലോ, ആ പീസ് തുണി ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിൽ വീതിയിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക. നമ്മളിപ്പോൾ കെട്ടി വെച്ചേക്കുന്ന ആ ഒരു ഭാഗം പുറമേ കാണാതിരിക്കാനായിട്ട് നമ്മൾ അപ്പോൾ കണ്ടോ കാണിക്കുന്ന ആ സ്ട്രിപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുകയോ ചെയ്യാം. ഞാൻ ഗ്ലൂ ഗൺ ഇല്ലാത്തത് കൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എക്സ്ട്രാ ഉള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിപ്പിലോ അല്ലെങ്കിൽ സ്ലൈഡിലോ ഹെയർ ബാൻഡിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.